നവംബർ 1 കേരള പിറവി ദിനമാണ്. 1986 കേരളം എന്ന സംസ്ഥാനം ഉണ്ടായി. ആസ് പെർ ദ സെൻട്രൽ ഗവൺമെന്റ് ഓർഡർ ആഫ്റ്റർ 1947 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയിലെ എല്ലാ പ്രവിശ്യകളും ഡിഫറെന്റ് പ്രോവിൻസുകളായിരുന്നു. India is divided into different provinces under the control of a king. Different king. അങ്ങനെ കേരളം, തിരുവിതാംകൂർ, കൊച്ചി ആൻഡ് മലബാർ മദ്രാസ് പ്രസിഡൻസിയുടെ അണ്ടറിലായിരുന്നു. അങ്ങനെ 1986 കേരളം എന്ന സംസ്ഥാനം ഉണ്ടായി. സഹ്യാദ്രി മുതൽ അറേബ്യൻ സീക്ക് വെളിയിൽ കിടക്കുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. വളരെ വർണ്ണാഭമായ, ഏറ്റവും കൂടുതൽ തീരപ്രദേശങ്ങളുള്ള നാടാണ് കേരളം. On what basis the state is divided? State is divided on the basis of languages. ഭാഷാടിസ്ഥാനത്തിലാണ് ഓരോ സ്റ്റേറ്റിനെയും ഡിവൈഡ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ സംസ്ഥാന ഭാഷ, അതോടൊപ്പം തന്നെ ഔദ്യോഗിക ഭാഷയായിട്ട് മലയാളമാണ് സംസാരിക്കുന്നത്. അതിൻ്റെ ബേസിലാണ് മലയാളം സംസാരിക്കുന്നവരെ എല്ലാവരെയും കൂടെ ഒന്നാക്കിക്കൊണ്ട് ഒരു പ്രവിശ്യയായിട്ട് രൂപാന്തരപ്പെട്ടു. 1986 നവംബർ 1 കേരള സംസ്ഥാനമായിട്ട് നിലവിൽ വന്നത്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരമാണ് അങ്ങനെ വന്നത്. ഇന്നത്തെ ദിവസം നമ്മുടെ ഭാഷ, മാതൃഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. മാതൃഭാഷ നമ്മൾ ആദ്യം കേൾക്കുന്നത് അമ്മയിൽ നിന്നാണ്, അല്ലേ? നമ്മൾ ഒരു കുട്ടി വലുതാകുമ്പോൾ, ജനിക്കുമ്പോഴും ആദ്യം കരയുന്നത് പോലും അമ്മ എന്ന് പറഞ്ഞ ഒരു വേർഡാണ്. അത് ആരായാലും അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല ആ ഭാഷയ്ക്ക്. നമ്മളെല്ലാവരും പറയും ഇന്ത്യയിലെ മതേതരത്വം. അങ്ങനെ ഒരു വേടിന്റെ ആവശ്യമുണ്ടോ? മതേതരത്വം ഇല്ല. നമ്മളെല്ലാം മനുഷ്യരല്ലേ. അവിടെ എന്തിനാണ് മതങ്ങളെ കൊണ്ടുവരുന്നത്? ഞാനൊരു മനുഷ്യ സ്ത്രീ, നിങ്ങൾ മനുഷ്യരാണ്. അപ്പോൾ നമ്മുടെ അതിമനോഹരമായ ഒരു സംസ്കാരത്തിന്റെ ഉടമകളാണ് നമ്മൾ. ഇന്ന് ആ സംസ്കാരം അതേപോലെ നിലനിൽക്കുന്നോ എന്നൊരു ചോദ്യമുണ്ട്. ഇന്ന് നമ്മൾ നമ്മുടെ സംസ്കാരത്തെ പല വഴിയിലേക്കും ആക്കിയിരിക്കുകയാണ്, പല വഴികളിൽ ആക്കിയിരിക്കുകയാണ്. പല വഴികൾ എന്ന് പറയുന്നത് നല്ലതായ മാർഗമാണോ? അത് അല്ല. നമ്മുടെ സംസ്കാരം ഏതെല്ലാം തരത്തിൽ നമ്മുടെ പൈതൃകം നശിപ്പിക്കാമോ അതെല്ലാം നമ്മൾ നശിപ്പിക്കുന്നുണ്ട്. അതിന് കാരണങ്ങൾ പാശ്ചാത്യ സംസ്കാരത്തിന്റെ അഡാപ്റ്റേഷനാണ്. മറ്റുള്ളവരുടെ സംസ്കാരത്തെ നമ്മൾ ബോറോ ചെയ്ത് അത് നമ്മിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് വരുന്ന പൈതൃക നഷ്ടം അത് വലിയൊരു നഷ്ടമാണ്. അന്നൊന്നും ജാതിയോ മതങ്ങളോ ഉണ്ടെങ്കിൽ തന്നെയും വളരെ എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നമ്മൾ ഓണം ആഘോഷിച്ചു. ഓണം ആഘോഷിക്കുന്നത് മലയാളികളുടെ എല്ലാവരുടെയും ഒരു സന്തോഷമാണ്. എല്ലാവരും ഒന്നുപോലെ എന്ന ഒരു മഹത്തായ സന്ദേശത്തിന്റെ, ഒരു സംസ്കാരത്തിന്റെ ഉത്സവമായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് എല്ലായിടത്തും ഈ നവംബർ 1 കേരള പിറവി ദിനമായിട്ട് ഒരു ചെറിയ പ്രോഗ്രാമിൽ ഒരുക്കിക്കൊണ്ട് നമ്മുടെ സംസ്കാരം അത്രമാത്രം ചെറുതായി കൊണ്ടുവരികയാണ്. നമ്മളെന്നും നമ്മുടെ മാതൃഭാഷ നമ്മുടെ കേരളത്തിൽ മറന്നുകൊണ്ടുള്ള ഒരു പുരോഗതി നടപ്പിലാക്കാനും പാടില്ല. നമ്മുടെ സംസ്കാരം എന്ത്, നമ്മുടെ നാടെന്ത്, നമ്മുടെ നാടിന്റെ പ്രകൃതി എന്ത്, അതിനനുസരിച്ചിട്ടുള്ള ഒരു പുരോഗതിയായിരിക്കണം നമ്മൾ ഓരോരുത്തരും കാഴ്ചവെക്കേണ്ടത്. എല്ലാവർക്കും നല്ലൊരു കേരള പിറവി ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ